ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റീലിൻ്റെ ഡോറും അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം, പിന്നെ എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തേതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്റ്റീലാണ് വന്നിരിക്കുന്നത്. സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലായിട്ട് വരുന്ന ഇപ്പോഴത്തെ വിൻഡോസ് കാര്യങ്ങൾ അതുപോലെ തന്നെ കട്ടില കാര്യങ്ങളെല്ലാം വരുന്ന സ്റ്റീലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിജാഗിരി കാര്യങ്ങൾ നിങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം വെൽഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ മരത്തിൻ്റെ ആണെങ്കിൽ മരം പിടിപ്പിച്ചതിന് ശേഷം മരത്തിൽ ഈ പറയുന്ന എല്ലാം തന്നെ റെഡിമെയ്ഡ് സെപ്പറേറ്റ് വാങ്ങിക്കണം. ഇഞ്ചസ് സെപ്പറേറ്റ് വാങ്ങിക്കണം. അതെല്ലാം സെപ്പറേറ്റ് വാങ്ങിക്കണം. അതുകൊണ്ടാണ് കൂടുതൽ എമൗണ്ട് കാര്യങ്ങൾ കൂടുതലേക്ക് വരുന്നത്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റീലിൻ്റെ നമ്മൾ കട്ടില വാങ്ങിക്കുന്ന സമയത്ത് ഫിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. അതിനേക്കാൾ ബെറ്ററായിട്ട് റേറ്റും കാര്യങ്ങളും കുറവാണ്. അതായത് മരത്തിനെ അപേക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ റേറ്റും കുറവാണ്. പിന്നെ ഇത് അപ്പോക്സി പെയിൻറ്റ് അടിച്ചിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തുരുമ്പെടുക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുണ്ട്, ഈ പറയുന്ന കട്ടില കാര്യങ്ങളൊക്കെ നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ പോതാണ് വരുന്നത്. അതൊരു ഷീറ്റാണ് വന്നത്. ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പിടിപ്പിക്കുന്നതിന് മുന്നേ പിറ്റേ ദിവസമാണ് നമ്മൾ കട്ട പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തലേ ദിവസം അതിൻ്റെ അകത്ത് ഒന്നല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ പരിക്കാൻ ഫുൾ നിറച്ച് എയർ ടൈറ്റ്, അതായത് എയർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇല്ലാതിരിക്കണം. അതായത് ഫുൾ ഉള്ളിൽ ഞാൻ പറഞ്ഞു ഉള്ളിൽ പോതായിട്ട് ഷീറ്റാണ് വന്നിരിക്കുന്നത്. ആ ഷീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഏറി നിൽക്കാൻ പാടില്ല. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഈ പറയുന്ന കോൺക്രീറ്റ് കാര്യങ്ങൾ അതില്ലെങ്കിൽ പരിക്കൻ ഫുള്ളായിട്ട് നിറച്ച് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റായി കിട്ടും. അതിന് ശേഷമാണ് പിറ്റേ ദിവസം പിടിപ്പിക്കുകയാണെങ്കിൽ ഹൈ സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഒരു കാലത്തും അത് എന്താ പറയുക തുരുമ്പെടുക്കാത്ത രീതിയിലായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്നത് ഒരു എളുപ്പപ്പണി എന്നുള്ള രീതിയിൽ ചില ആളുകൾ ഇതിൻ്റെ അകത്ത് പരിക്കൻ നിറയ്ക്കാതെ ക്ലിയർ ചെയ്തിടാറുണ്ട്. അത് അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ പോതായിരിക്കും വരുന്നത്. പിന്നീടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ ടൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എയർ ടൈറ്റ് ചെയ്ത് നിന്ന ഏത് മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും എത്ര മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും ചെറുതായിട്ട് തുരുമ്പെടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത് പിടിപ്പിക്കേണ്ട രീതി നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് വച്ചതുകൊണ്ട് നമുക്കതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ മൂന്ന് പാളി ജെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ 3 പാളി അല്ലെങ്കിൽ 4 പാളി ജെല്ലിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലും ഈ പറയുന്ന സെപ്പറേറ്റ് ഈ എൻഡ് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് അല്ലെങ്കിൽ പരിക്കൻ നിറയ്ക്കേണ്ടത്. എല്ലാ ഭാഗത്തും ഇതുപോലെ കാണുന്ന സെപ്പറേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും സെപ്പറേറ്റ് ചെയ്ത ഏരിയകളിലാണെങ്കിലും കോൺക്രീറ്റ് അല്ലെങ്കിൽ പരിക്കൻ നിറച്ചിട്ട് വേണം, ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എയർ ടൈറ്റ് നമ്മൾ മാക്സിമം എയർ നിൽക്കാത്ത രീതിയിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഗ്ലാസ് അതായത് അതിൻ്റെ ഫ്രെയിം വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഫ്രെയിമിന് മുന്നായിട്ട് ഇതിൻ്റെ ഈ പറയുന്ന സ്ട്രൈറ്റ് വരുന്ന ആ റോഡ് കണ്ടോ, ഈ റോഡുകൾ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ GI മാറ്റിയിട്ട് വേണമെങ്കിൽ അതായത് സ്ട്രോങ് റോഡ് നമുക്ക് ഇടാൻ സാധിക്കും. അത് കുറച്ചുകൂടി റേറ്റ് കാര്യങ്ങൾ കൂടുതൽ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റീൽ ഡോർ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത്, വിൻഡോസ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഡോറ് കൂടി വിൻഡോ ഫ്രെയിം കൂടി കിട്ടും. നമ്മൾ മരത്തിലാണെങ്കിൽ എക്സ്ട്രാ ഒരു ഫ്രെയിമിന് ഏകദേശം 1000-1200 ഏറ്റവും കുറഞ്ഞത് കൊടുക്കണം. പിന്നെ ചില്ലിന് സെപ്പറേറ്റ് എമൗണ്ട്. ഇവിടെ ചില്ലിന് സെപ്പറേറ്റ് എമൗണ്ട് ആണ്, പക്ഷേ ഈ പറയുന്ന രീതിയിൽ 1000-1200 എക്സ്ട്രാ ഓരോ ഡോറിനും സെപ്പറേറ്റ് കൊടുക്കണം. ഇത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും എല്ലാ സെറ്റും ഒന്നിച്ച് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നല്ലൊരു ശതമാനം. ഇപ്പോൾ ഒരു 3 പാളി ജനൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 പാളി ജെല്ല് ഏറ്റവും കുറഞ്ഞത് മരത്തിനെ അപേക്ഷിച്ച് ഇത് വെച്ച് നോക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു 4000 രൂപ അല്ലെങ്കിൽ 5000 രൂപ വ്യത്യാസം വരുന്നുണ്ട്. ചില്ല് ഇട്ടിട്ടാണെങ്കിൽ കൂടിയും അത്രയും റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത്രയും റേറ്റ് കാര്യങ്ങൾ വ്യത്യാസം വരുന്ന കാര്യങ്ങളിൽ നമുക്ക് വീടിൻ്റെ ഒരു ലോ ബഡ്ജറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് ഒരുപാട് എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ വീട് നമുക്ക് സ്റ്റീലിൻ്റെ കാര്യങ്ങൾ വയ്ക്കുകയാണെങ്കിൽ റെഡിയാക്കി എടുക്കാനും സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ചില്ലിടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ചില്ല് ഇടാൻ വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തികളെ കൊണ്ട് മാത്രമേ ഇതിൻ്റെ അകത്ത് ചില്ലിടിക്കാവൂ. കാരണം വെച്ചാൽ മെറ്റൽ ആയതുകൊണ്ട് കറക്റ്റായിട്ടല്ല ചില്ലിടുന്നതെങ്കിൽ കാറ്റത്തോ കാര്യങ്ങളോ വിൻഡോ എന്ന് അറിയുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒന്നല്ലെങ്കിൽ ഫുൾ സിലിക്കോണിലാണ് ഒട്ടിക്കേണ്ടത്. ഫുൾ ഇട്ട് അതായത് ബീഡിങ് കറക്റ്റായിട്ട് കൊടുക്കണം. അതായത് നമ്മൾ വണ്ടികളുടെ ചില്ലിൻ്റെ ബീഡിങ് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് മെറ്റലിൻ്റെ, അതായത് വാഹനങ്ങളുടെ അതിൻ്റെ ഉള്ളിൽ റബ്ബറിൻ്റെ ഒരു ബീഡിങ് ഉണ്ടാവും. ആ ബീഡിങ്ങിലാണ് ഈ ഗ്ലാസ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗുണം വെച്ചാൽ എത്ര കാറ്റ് അടഞ്ഞാലും ആ ബീഡിങ്ങിലാണ് അതിൻ്റെ പ്രഷർ ഫുൾ കിട്ടുന്നത്. റബ്ബറിൻ്റെ ബീഡിങ്ങിലാണ് ആ പ്രഷർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില്ല് പൊട്ടിപ്പോവില്ല. ആ ബീഡിങ് തന്നെ സെയിം സിസ്റ്റം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബീഡിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ചില്ല് ഉറപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും പൊട്ടിപ്പോവില്ല. ഇനി അതല്ല നിങ്ങൾക്ക് ബീഡിങ് അല്ലെങ്കിൽ സിലിക്കോണിൽ ഉറപ്പിച്ചാലും മതി. 2 സൈഡും സിലിക്കോൺ ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിലായിരിക്കണം നമ്മൾ ഗ്ലാസ് വരേണ്ടത്. ഗ്ലാസ് എപ്പോഴും മെറ്റലിനോട് ചേർന്നിരിക്കരുത് എന്നുള്ള സിസ്റ്റമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അതുമാത്രമല്ല ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ നല്ല ഹൈ ക്വാളിറ്റിയുടെ ടാറ്റയുടെ സ്റ്റീലും കാര്യങ്ങളൊക്കെ വരുന്ന മെറ്റീരിയൽ കൂടി ചെയ്ത് തരുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി അതിൻ്റെ അകത്ത് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.